വലിയ തോതിലുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തോളാനാണ് ഇറാനോടുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ്. കനത്ത അടിവരാൻ പോകുന്നുവെന്നാണ്. കാരണം സൗദിയിലെ US എംബസി കൂടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലം അമേരിക്കയെ ചില്ലറയൊന്നുമല്ല പ്രകോപിപ്പിക്കുന്നത്. അവിടെ നാശനഷ്ടങ്ങളൊന്നുമില്ല എങ്കിൽ പോലും വലിയ തോതിൽ നിങ്ങൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇതുവരെ കാണാത്ത വിധമുള്ള തിരിച്ചടിയിലേക്ക് അമേരിക്ക പോകുന്നു, അതിനുള്ള ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലും അതിനൊപ്പം ചേരുമ്പോൾ ഇറാനിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇറാനെ തടയാൻ ഏറ്റവും മികച്ച അവസരമാണ് ഇതെന്നും അതാണ് ആക്രമണം തുടങ്ങാൻ കാരണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ടായി. ഇതിനിടെ ദുബായിക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ വ്യോമത്താവളത്തിന് നേരെയും ആക്രമണം നടന്നു. ഇത് ഓസ്ട്രേലിയയുടെ പ്രതിരോധ മന്ത്രാലയമടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർ വിമാനങ്ങൾ അയച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ യുദ്ധം തുടങ്ങി 4ാം ദിവസം യാതൊരു തരത്തിലുള്ള പിന്നോട്ടുപോക്കും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നില്ല. ഒപ്പം ഇറാനും കാര്യങ്ങൾ കടുപ്പിക്കുകയാണ്. ഒരു സമവായ ചർച്ചയ്ക്കുമില്ല എന്ന് പറയുന്നു. 4ാം ദിവസത്തിൽ ഹോർമുസ് കടലിടുക്കടക്കം ഇറാൻ അടയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. കപ്പലുകളിലൂടെ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ എണ്ണവില കുതിക്കും. അരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ല. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അരാംകോ റിഫൈനറിയിൽ നിന്ന് പുകച്ചുരുളുകളും മറ്റും ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് അങ്ങേയൊരു ആക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ പശ്ചിമേഷ്യൻ സംഘർഷം അതിൻ്റെ അതീവ രൂക്ഷതയിൽ തുടരുകയാണ് എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, യുദ്ധത്തിന് ശമനമുണ്ടാകുന്നില്ല. ഇപ്പോൾ സൗദിയിലെ US എംബസിക്ക് നേരെ ആക്രമണം എന്ന് പറയുന്നത് ട്രംപിനൊട്ടും സഹിക്കാവുന്ന കാര്യമല്ല. കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവുകയാണ് എന്ന് വേണ്ടേ കരുതാൻ? ശരിയാണ് രഞ്ജിത്ത്. പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ദിവസമാണ്. ആശങ്കയും അതോടൊപ്പം കൂടുന്നു. ഇറാനിൽ ഇതുവരെ 700 പേരാണ് ഈ സംഘർഷം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ടത്. ഇതിൽ 176 പേർ കുട്ടികളാണ്. 900-ലേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അമേരിക്കയിലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരമാണ് ഇക്കാര്യങ്ങൾ. തിങ്കളാഴ്ച മാത്രം 96 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആക്രമണവും ഭൂരിഭാഗവും പ്രതിരോധിച്ചെന്നാണ് ഖത്തറിന്റെ അവകാശവാദം. 3 ക്രൂയിസ് മിസൈലുകളും 101 ബാലിസ്റ്റിക് മിസൈലുകളിൽ 98 എണ്ണവും 39 ഡ്രോണുകളിൽ 24 എണ്ണവും പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. 2 Su-24 യുദ്ധവിമാനങ്ങളും ഖത്തർ വീഴ്ത്തിയതായി അവകാശപ്പെട്ടു. ഇറാഖിലെ എർബിൽ ഹോട്ടലിൽ ആക്രമണം നടന്നു. ഒപ്പം തന്നെ ഇറാൻ അതിർത്തിയിലെ ഹോട്ടലാണ് ഈ എർബിൽ ഹോട്ടൽ. അവിടെ US സൈനികരാണ് താമസിച്ചിരുന്നത്. ഈ ആക്രമണത്തിൽ ഹോട്ടലിന് തീ പിടിച്ചിട്ടുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന സൈനികർ സുരക്ഷിതരാണോ, അവർക്ക് അപകടം പറ്റിയോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി അപ്ഡേറ്റ് വരാനുണ്ട്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 2 ഡാറ്റാ സെന്ററുകൾ മേഖലയിലെ ഡ്രോൺ ആക്രമണങ്ങളിൽ നേരിട്ട് തകർത്തതായി ആമസോൺ വെബ് സർവീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബഹ്റിനിലും തുടർച്ചയായി സൈറൻ മുഴങ്ങുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും ഷെൽട്ടറുകളിലേക്ക് പോകാനുമാണ് ബഹ്റിനിലെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, US-ന്റെ നാവിക ശക്തി കേന്ദ്രം കൂടിയാണ് ഇവിടം. 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം കൂടിയാണ് ബഹ്റിൻ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് ഈ മേഖലയിൽ ഉള്ളവർ കഴിയുന്നത്. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശവും നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ അമേരിക്കൻ എംബസിയിൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇത് സൗദി പ്രതിരോധ വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണ സമയം ഇവിടെ ആളില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇവിടങ്ങളിലെ അമേരിക്കക്കാരോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ, റിയാദ്, ദഹ്റാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയത്. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എംബസിയിൽ അഭയം തേടരുതെന്നും എംബസി യാത്ര ഒഴിവാക്കണമെന്നുമാണ് അമേരിക്കക്കാരോടുള്ള നിർദ്ദേശം. റിയാദിലെ US എംബസിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്നാണ്
എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇനി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്ക പിന്നോട്ടില്ല, ശക്തമായി തിരിച്ചടിക്കും. വരും ദിവസങ്ങളിൽ ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാൾ കടുത്ത ആക്രമണമായിരിക്കും ഒരുപക്ഷെ നേരിടേണ്ടി വരിക എന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു 4 ആഴ്ചയെങ്കിലും യുദ്ധം അവസാനിക്കാൻ എടുക്കുമെന്ന്. ഈ റിയാദിലെ അമേരിക്കൻ എംബസിയിലെ ഡ്രോൺ ആക്രമണം കൂടി ആയതോടുകൂടി അത് വലിയ പ്രകോപനത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായേക്കും. ദുബായിലെ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഡ്രോൺ പതിച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കും പരിക്കു പറ്റിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുള്ളത്. ആകെ 100 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സൈനികർ സുരക്ഷിതരാണെന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ തുടർച്ചയായ വെല്ലുവിളി ഉണ്ടായിട്ടും ഇനിയും ആക്രമണം കടുപ്പിക്കും, അതായത് ഇതുവരെ നിങ്ങൾ കാണാത്ത വിധമുള്ള ആക്രമണമായിരിക്കും ഇനിയും ഉണ്ടാവുക എന്ന് ട്രംപ് പറഞ്ഞിട്ടും ഇറാൻ ഒട്ടും പുറകോട്ടില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് അമേരിക്ക ആക്രമിക്കാതെ ഇസ്രായേലിൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നുണ്ട്. ഈ ഗൾഫുകളിലെ അമേരിക്കയുടെ എയർബേസുകൾ അല്ലെങ്കിൽ മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കും ആക്രമണം എന്ന് പറയുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ്. ഈ കൂടുതൽ രാജ്യങ്ങൾ, അമേരിക്കയുടെ സഖ്യകക്ഷികളായ കൂടുതൽ രാജ്യങ്ങൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ മറുവശത്ത് ഇറാനിലേക്ക് കനത്ത ആക്രമണം നടത്തുന്നു എന്ന സൂചനകൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ പോലും അമേരിക്ക വരും ദിവസങ്ങളിൽ ലക്ഷ്യം വെച്ചേക്കാം എന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അപ്പോൾ തിരിച്ചടി അത് രൂക്ഷമാക്കുമെന്ന് ട്രംപ് പറയുന്നത് എപ്പോഴേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാക്കുമെന്നാണ് കരുതേണ്ടത്? അതെ, ആക്രമണത്തിന് കനത്ത പ്രത്യാക്രമണം തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, അമേരിക്ക 12 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഇറാന്റെ തിരിച്ചടി കൂടി കണക്കിലെടുത്താകും ഇത്തരമൊരു തീരുമാനമെന്ന് വേണം വിലയിരുത്താൻ. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇതുവരെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 6 US സൈനികരും ഉൾപ്പെടും. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ F-15 വിമാനം ഇന്നലെ തകർത്തു. ഇതുവരെ 3 F-15 വിമാനമാണ് തകർത്തത്. അത് ചരിത്രത്തിൽ ആദ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിലെ പൈലറ്റ് സുരക്ഷിതമായി താഴേക്ക് ഇറങ്ങുന്നതും പാരച്യൂട്ടിന്റെ സഹായത്തോടു കൂടി താഴേക്ക് ഇറങ്ങുന്നതും ആ വിമാനം തകർന്നു വീഴുന്ന കാഴ്ചയുമെല്ലാം കണ്ടതാണ്. ഏറ്റവും അഭിമാനകരമായ പറയപ്പെടുന്ന ഈ ഒരു വിമാനം കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടിരുന്നു. ഇതുപോലെ 3 വിമാനങ്ങൾ, 3 F-15 വിമാനങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുള്ളത്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ പശ്ചിമേഷ്യ ശരിക്കും അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതം തന്നെയാണ്. ഓരോ മണിക്കൂറിലും ആക്രമണം രൂക്ഷമാകുകയാണ്. പുലർച്ചെയടക്കം വിവിധയിടങ്ങളിൽ ആക്രമണം നടന്നു. ജനങ്ങൾക്ക് തുടർച്ചയായി സൈറൻ നൽകുന്നുണ്ട്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ US ബേസ് നിലനിൽക്കുന്ന ഇടങ്ങളിലേക്കോ അല്ലെങ്കിൽ എംബസികളിലേക്കോ പോകരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. വിവിധ പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങൾ UAE എയർബേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 100ഓളം ഓസ്ട്രേലിയൻ പൗരന്മാരുണ്ട്. ഇതുവരെ കുവൈറ്റ് 178 മിസൈലുകളും 384 ഡ്രോണുകളുമാണ് തകർത്തിട്ടുള്ളത്. കുവൈറ്റ് സൈന്യത്തിലെ 27 പേർക്ക് പരിക്കുപറ്റിയെന്നാണ് റിപ്പോർട്ട്. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെതാണ് ഈ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഒപ്പം ബെയ്റൂട്ടിൽ ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുകയാണ്. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ബെയ്റൂട്ടിൽ ഹെസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. ഒപ്പം പുലർച്ചെ ലബനനിൽ നിന്നുള്ള 2 ഡ്രോണുകൾ കൂടി വെടിവെച്ചിട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ളതാണ്. ഇതുവരെ ഇപ്പോൾ പുറത്തു വരുന്നൊരു പുതിയ വിവരം എന്തെന്നാൽ റിയാദിലേക്ക് ഇതുവരെ 8 ഡ്രോണുകൾ എത്തിയെന്നാണ് സ്ഥിരീകരണം. അൽ ഖാർജ് ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രോണുകൾ എത്തിയതെന്നും എല്ലാ ഡ്രോണുകളും തടുത്തെന്നും സൗദി അറിയിച്ചു. ഇസ്രായേൽ ലെബനനിലും ആക്രമണം ശക്തമാക്കുകയാണ്. തെക്കൻ ലെബനനിൽ ടയർ നഗരത്തിൽ കൂറ്റൻ കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ ടെലിഗ്രാമിൽ പ്രചരിക്കുന്നുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ളതാണ്. ഈ കടലിടുക്ക് വഴി കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ ഇതോടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.